പാലൂട്ടി വളർത്തിയ കൈകൾ വെട്ടിമാറ്റിയ പക അമേരിക്കയുടെ ഹൂതികൾക്കുണ്ട്. ഖമേനിയുടെ സ്വന്തം ഭീകരരാണ് ഹൂതികൾ. കൈകൾ ട്രിഗറിൽ തന്നെ ഏതു നിമിഷവും യുദ്ധം തുടങ്ങാം. ഹൂതികളുടെ ഈ മുന്നറിയിപ്പ് പശ്ചിമേഷ്യയിൽ ആശങ്ക കൂട്ടുകയാണ്. ഹൂതികൾ ഇറാനു വേണ്ടി ഇറങ്ങിയാൽ കളി മാറും. അയത്തുള്ള ഖമേനിയെ വധിച്ചു, ഇറാനിലെ എണ്ണപ്പാടങ്ങൾ ബോംബിട്ട് തകർത്തു. എന്നിട്ടും ഹൂതികൾ മൗനം പാലിക്കുകയാണ്. ഈ മൗനം ആളിക്കത്തിക്കാനുള്ള നിശബ്ദതയാണെന്ന് വിലയിരുത്തൽ. അയത്തുള്ള ഖമേനി വളർത്തി വലുതാക്കിയ ഭീകര സംഘടന തന്ത്രപരമായ ആസൂത്രണം ഒരുക്കുകയാണ്. അതിന്റെ ഭാഗമായാണ് ഈ നിശബ്ദത എന്ന് വിലയിരുത്തുന്നു. ഹൂതികളുടെ നേതാവായ അബ്ദുള്ള മാലിക് അൽ ഹൂതി ഇതിന്റെ സൂചന നൽകിയിട്ടുണ്ട്. ഉചിതമായ സമയത്ത് യുഎസിനും ഇസ്രയേലിനുമെതിരെ രംഗത്തിറങ്ങും എന്നാണ് അബ്ദുള്ള മാലിക് അൽ ഹൂതി വ്യക്തമാക്കിയിരിക്കുന്നത്. ലബനനിലെ ഹിസ്ബുള്ള എന്ന മറ്റൊരു ഭീകര സംഘടന ഇസ്രയേലിനെതിരെ ആക്രമണം അഴിച്ചുവിട്ടിരുന്നു. എന്നാൽ ഇവർക്കെതിരെ ഇസ്രയേൽ ശക്തമായി തിരിച്ചടിച്ചതോടെ തൽക്കാലത്തേക്ക് ഹിസ്ബുള്ള പിൻവാങ്ങിയിരിക്കുകയാണ്. അമേരിക്കയ്ക്കും ഇസ്രയേലിനും എതിരെ ചരക്ക് കപ്പലുകൾ വലിയ എണ്ണ പ്രതിസന്ധിയിലേക്ക് ലോകത്തെ കൊണ്ടുചെന്നെത്തിച്ചിരിക്കുകയാണ്. എണ്ണവില ബാരലിന് 100 ഘട്ടത്തിലേക്ക് കുതിക്കുകയാണ്. എന്നിട്ടും ഹൂതികൾ നിശബ്ദത പാലിക്കുന്നത് ഒരു ഗൂഢാലോചനയല്ലേ എന്ന് ചിന്തിക്കണമെന്ന് വിദഗ്ധർ പറയുന്നു. ചിലപ്പോൾ കുറച്ചു ദിവസം കഴിഞ്ഞായിരിക്കും ഹൂതികൾ രംഗപ്രവേശം ചെയ്യുക എന്നാണ് കരുതുന്നത്. ചെങ്കടലിന്റെ തെക്കേ ഭാഗവും ചെങ്കടലിനും ആദൻ കടലിടുക്കിനും ഇടയിലുള്ള ചരക്ക് കപ്പലുകൾ പോക്കുവരവ് നടത്തുന്ന ബോബ് അൽ മണ്ടേബ് എന്ന കടലിടുക്കിൽ വലിയ സ്വാധീനമാണ് ഹൂതികൾക്കുള്ളത്. ഇവർ അധികവും ചരക്ക് കപ്പലുകൾക്ക് നേരെയാണ് ആക്രമണം നടത്തുന്നത്. ഇറാനു വേണ്ടി കൃത്യമായ സമയത്ത് ഹൂതികൾ രംഗപ്രവേശം ചെയ്യും എന്നത് മറക്കണ്ട. ഇറാനും ഇസ്രയേലും തമ്മിലുള്ള സൈനിക സംഘർഷം പശ്ചിമേഷ്യ ഒന്നടങ്കം യുദ്ധക്കെടുതിയിലേക്ക് വലിച്ചിഴക്കുകയാണ്. ഇറാന്റെ എണ്ണ സംഭരണശാലകളിലും റിഫൈനറികളിലും ഇസ്രയേൽ ആദ്യമായി നേരിട്ട് ആക്രമണം കൂടി നടത്തിയതോടെ വലിയ നഷ്ടങ്ങളാണുണ്ടായി. ഈ സാഹചര്യത്തിലും ഇറാന്റെ സഖ്യകക്ഷിയായ യമനിലെ ഹൂതി വിമതർ നേരിട്ടുള്ള യുദ്ധത്തിൽ നിന്ന് വിട്ടുനിൽക്കുന്നത് സൂക്ഷിക്കുക തന്നെ വേണം. മുൻകാല ചരിത്രം നോക്കുകയാണെങ്കിൽ ഹൂതികൾ എന്തുകൊണ്ട് മിണ്ടാതിരിക്കുന്നു എന്നതൊരു ചോദ്യമാണ്. അതിനു പിന്നിൽ പല കാരണങ്ങൾ പ്രതിരോധ രംഗത്തുള്ളവർ പറയുന്നുണ്ട്. പ്രധാനം ഇസ്രയേൽ തങ്ങളുടെ നേതൃത്വത്തെ ലക്ഷ്യമിട്ട് ആക്രമണം നടത്തിയേക്കാം എന്ന് അവർ ഭയക്കുന്നു എന്നത് തന്നെയാണ്. ഇസ്രയേലിന്റെ ഭാഗത്തു നിന്നുള്ള ശക്തമായ തിരിച്ചടിയും നേതൃത്വത്തെ ലക്ഷ്യമിട്ടുള്ള ആക്രമണങ്ങളും ഹൂതികൾ ഭയപ്പെടുന്നുണ്ട്. കഴിഞ്ഞ വർഷം ഓഗസ്റ്റിൽ സനായിൽ നടന്ന ഇസ്രയേൽ വ്യോമാക്രമണത്തിൽ ഹൂതികളുടെ നിയന്ത്രണത്തിലുള്ള യമനിലെ പ്രദേശങ്ങളിലെ പ്രധാനമന്ത്രി അഹമ്മദ് അൽ റഹാവി ഉൾപ്പെടെ 12 മുതിർന്ന നേതാക്കളാണ് കൊല്ലപ്പെട്ടത്. അത്തരം നഷ്ടങ്ങൾ ആവർത്തിക്കാതിരിക്കാനാണ് നിലവിൽ ഹൂതികൾ നിശബ്ദത പാലിക്കുന്നത് എന്ന് യുദ്ധവിദഗ്ധർ പറയുന്നു. എന്നാൽ നേരിട്ടുള്ള ആക്രമണങ്ങളിൽ നിന്ന് വിട്ടുനിൽക്കുന്നു എങ്കിലും തങ്ങൾ യുദ്ധത്തിന് സജ്ജമാണെന്നാണ് ഹൂതി തലവൻ അബ്ദുൾ മാലിക് അൽ ഹൂതി പറഞ്ഞത്. തങ്ങളുടെ കൈകൾ ട്രിഗറിൽ തന്നെയാണ്, ഏതു നിമിഷവും യുദ്ധത്തിലേക്ക് കടക്കാമെന്നും അദ്ദേഹം മുന്നറിയിപ്പ് നൽകി. ഹൂതികൾ ഇറാന്റെ നിർദ്ദേശത്തിനായി കാത്തിരിക്കുകയാണെന്നും തങ്ങളുടെ സൈനിക ശേഷി വരും ഘട്ടങ്ങളിലേക്ക് കരുതി വെക്കുകയാണെന്നും രാഷ്ട്രീയ നിരീക്ഷകർ വിലയിരുത്തുന്നുണ്ട്. യുദ്ധം തുടർന്നാൽ യുഎസിന്റെയും ഇസ്രയേലിന്റെയും ശ്രദ്ധ തിരിക്കാൻ ഇവരെ ഇറാൻ ഉപയോഗിച്ചേക്കും എന്നാണ് പറയുന്നത്. യുദ്ധം തുടരുകയാണെങ്കിൽ ഇസ്രയേൽ അമേരിക്കൻ യുദ്ധക്കപ്പലുകൾ മേഖലയിലെ ഇസ്രയേൽ പങ്കാളികളായ UAE, സൊമാലിലാൻഡ് എന്നിവ ഹൂതികളുടെ ലക്ഷ്യമാകാം. കൂടാതെ ചെങ്കടലിലെ കപ്പൽ ഗതാഗതം തടസ്സപ്പെടുത്താനുള്ള ശേഷിയും അവർക്കുണ്ട്. യുദ്ധത്തിൽ ഇറാൻ ദുർബലപ്പെട്ടാൽ അത് ഹൂതികളുടെ നിലനിൽപ്പിനെ തന്നെ ബാധിക്കും. ഇറാന്റെ സൈനിക കരുത്ത് കുറയുന്നത് ഹൂതികളിലേക്കുള്ള നിയമവിരുദ്ധമായ ആയുധക്കടത്ത് തടസ്സപ്പെടാൻ കാരണമാകും. റഷ്യ, ചൈന, ഇറാൻ എന്നിവിടങ്ങളിൽ നിർമ്മിച്ച ആയുധങ്ങൾ യമനിലേക്ക് കടത്തുന്നുണ്ടെന്ന് നേരത്തെ UN കണ്ടെത്തിയിരുന്നു. ഇറാന്റെ തകർച്ച തങ്ങളുടെ നിലനിൽപ്പിനെ ബാധിക്കുമെന്ന ഭയവും ഹൂതികൾക്കുണ്ട്. അതേസമയം യമന്റെ തലസ്ഥാനമായ സനായിലെ സാധാരണ ജനങ്ങൾ പേടിയിലാണ്. യുദ്ധം ഏത് നിമിഷവും തങ്ങളുടെ നാട്ടിലേക്കും പടരാം എന്ന ഭീതിയിൽ ജനങ്ങൾ ഭക്ഷ്യവസ്തുക്കളും പാചകവാതകവും ശേഖരിച്ചു വെക്കുകയാണെന്നാണ് വിവരങ്ങൾ. ന്യൂസ് ഡെസ്ക് കർമ്മസ്.